നമ്മൾ ഈ കണ്ണൂരുകാരെ കുറിച്ച് പറയുമ്പോഴേ ഏറ്റവും എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. കണ്ണൂരിലെ എല്ലാ മനുഷ്യരും വളരെ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. അത് പ്രായമൊന്നും വ്യത്യാസമില്ലാതെ തന്നെ. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അതെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഒരു ഉമ്മ എം വി ജയരാജൻ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഒരു ഉമ്മ പറയുന്നുണ്ട് നമ്മളല്ലാതെ മറ്റാരും ജയിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി പ്രായമായ ഒരു ഉമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ആ ഉമ്മയെ തേടിയാണ് നമ്മളിപ്പോൾ ഈ ധർമ്മടത്തെ ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉമ്മയെ കണ്ട് ഉമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? ഉമ്മ നമസ്കാരം. വലിയ താരാണല്ലോ ഇപ്പൊ. താരം എന്നല്ല, രാഷ്ട്രീയക്കാരെക്കാളും പവർ ആ വാക്കുകൾക്കൊക്കെ. ഉമ്മേനാണ് എല്ലാരും ചോദിക്കുന്നത്. എന്റെ പേര് ഖദീജ, സി ഖദീജ. സി ഖദീജ എന്നാണ്. ഇവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നല്ലേ? അതെ. ഉമ്മ ഈ LDF സ്ഥാനാർത്ഥി MV ജയരാജനെ കണ്ടു, അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളും അത് കണ്ടിട്ടാ വന്നത്. ഉമ്മ പറയുന്നുണ്ട് നമ്മളല്ലാതെ മറ്റാര് ജയിക്കാനെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാ, പാവങ്ങളെ പാർട്ടിയാ നമ്മള് പാവങ്ങളെ സഹായിക്കുന്ന പാർട്ടിയാന്ന്. പാവങ്ങൾക്ക് നമ്മളെ പാർട്ടി ഇല്ലാണ്ട് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം കാണുന്നില്ലേ, മോഡി സർക്കാർ പല രൂപങ്ങളും പല പ്രതീക്ഷകളും പലതും കൊണ്ടുവരുന്നത്. ഇനിയും ഓരോരോന്ന് കൊണ്ടുവരും. ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കാനും അതിനെതിരെ പറയാനും ഈ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഉമ്മയുടെ ഒരു ബോധ്യം. അതെ. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഉമ്മ പറയുന്നേ? അതെ, നമ്മൾ മുന്നിൽ വരണോ? തീർച്ചയായിട്ടും നമ്മൾ വന്നിട്ട് നമ്മൾ വന്നാൽ മാത്രമേ അവരോട് പോരാടാൻ കഴിയൂ. ഈ മോദിക്കെതിരെയും BJPക്കെതിരെയും മാത്രം മതിയോ? കോൺഗ്രസ്സുകാരെ കുറിച്ച് എന്താ അഭിപ്രായം നമുക്ക്? അത് രാവിലെ പകൽ കുറുക്കനായി ആളല്ലോ, ഓലോട് എന്ത് പറയാൻ നമ്മള്. ഈ കുറുക്കനായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. രണ്ട് രൂപത്തിൽ നിന്നാണിക്കോ അല്ലെ? രാത്രി ഒരു രൂപം പകലൊരു രൂപം എന്നുള്ള രീതിയാണ് തന്നെ കുറുക്കനായികൾ. ഈ കണ്ണൂർ മേഖലയിൽ അങ്ങനെ പറയും, നായ് കുറുക്കൻ അല്ലെങ്കിൽ കുറുക്കനായി എന്നൊക്കെ പറയും. അതെന്താ പകല് കോൺഗ്രസും രാത്രി BJP എന്നാണ് അമ്മ പറയുന്നത്. രാവിലെ നായി ആയിട്ട് കൊടുക്കും, രാത്രി കുറുക്കന്മാരൊപ്പം ഉണ്ടാവും, നായി കൂടുന്നു. കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ LDF സർക്കാരിന് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ആത്മാർത്ഥതയില്ല, ഇത് മുസ്ലിം സമുദായത്തെ പറ്റിച്ച് വോട്ട് തട്ടാനാന്നാ പറയുന്നത്. അങ്ങനെയാണെന്നോ? അത് നമുക്ക് മനസ്സിലാവുമല്ലോ ആരാ പറ്റിക്കുന്നെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാറാട് പ്രശ്നം തന്നെ ഈ ഒരു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞവന് ഒരിട്ടും മുന്നിൽ കണ്ടിട്ടില്ല. ഉമ്മ ആവേശത്തിലാവും. കാരണം ഉമ്മ അത്രയേറെ കാലം ഉമ്മ ചെറുപ്പം തൊട്ടേ ഈ പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ടല്ലേ? അതെ. എത്രാം വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവും പാർട്ടി പ്രവർത്തനം? 17 വയസ്സ്. ഇപ്പൊ ഉമ്മക്ക് എത്ര വയസ്സായി? 67 വയസ്സ്. അപ്പം 50 വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടതേ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു സ്ത്രീ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടാകുന്നു, നമുക്കറിയാം. അങ്ങനെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നോ? അനക്കങ്ങനെ എന്നോട് ആരും അങ്ങനെ എതിർക്കാൻ വരൂല. എല്ലാവരും പേടിയാണോ? പേടിയല്ല, നമ്മളെ നിലപാട് പറഞ്ഞു നിൽക്കും അല്ലേ? ഞാൻ അന്നേരം മറുപടി കൊടുക്കും. അങ്ങനെ ഉമ്മയോട് ആരെങ്കിലും ചോദിച്ചിരുന്നു എന്തിനാ ഈ പാർട്ടിയിലേക്ക് പോയെന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നു? ഓ, ഇപ്പൊ എത്രയോ പ്രാവശ്യം കോൺഗ്രസ്സുകാർ നായ്ക്കുറുക്കന്മാർ വന്നിന് എൻ്റെ അടുത്ത്. നമ്മള് ചെന്നിത്തലിനെ കൊണ്ട് ഈ ധർമ്മടം ടൗണിൽ വെച്ചിട്ട് മാല ഇട്ടു, നിങ്ങള് വരണം നമ്മളെ കൂടെ എന്നും പറഞ്ഞു. ഈ കുടുക്കയിൽ അരി പോകൂല പോനെ. ആ പരീക്ഷയിൽ പോകൂല. ഉമ്മ, നമ്മുടെ സർക്കാരിനെ കുറിച്ച് ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ 8 വർഷമായില്ല, ഇപ്പൊ തുടർച്ചയായിട്ട് ഭരണമാണല്ലോ. 1ാം പിണറായി സർക്കാർ, ഇപ്പൊ 2ാം പിണറായി സർക്കാർ. എന്താ പറയാനുള്ളത് സർക്കാർ? നമ്മളെ സർക്കാർ ഏറ്റവും നല്ല മുന്തിയ സർക്കാരാണ്. നമ്മളെ നാട്ടിന് കാഴ്ച വെക്കാൻ പറ്റിയ സർക്കാരാണ്. ഇനിയും നമ്മളെ സർക്കാർ തന്നെ വരണോ, എന്നാലും മാത്രമാണ് നാടാകും. ഇപ്പം വിദേശ രാജ്യം പോലെയാണ് നമ്മളെ നാടുള്ളത്. വിദേശ രാജ്യം പോലെ നമ്മളെ നാടുള്ളത്. അപ്പം ഇനിയും മന്ത്രിമാരും ആൾക്കാരും എല്ലാം കൂടി വന്നാൽ മാത്രമേ നമ്മളെ നാട്ടിൽ ഒരു പുരോഗതി ഉണ്ടാവും. ഇനിയും നിലനിന്ന് വരട്ടെ എന്ന് ഞാൻ പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതാ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവല്ലോ അല്ലേ ഇനിയിപ്പോ? പിന്നെ പോവുകയും ചെയ്യും. ഞാൻ അധികം ബൂത്തിൽ നിൽക്കലുണ്ട്. ബൂത്തിൽ നിന്നിട്ടാണ് വരുന്നവരെല്ലാം എന്നെ കണ്ടിട്ടാ പോകും. ഇത്തവണയും ബൂത്തിൽ നിൽക്കാൻ പോകുന്നുണ്ടോ? ഈ ഒരു അരമണിക്കൂർ ഇരുന്നിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു ഭാഗം തളർന്നു വസ്തുതയല്ലേ. എന്നാലും നമുക്ക് പോകാതിരിക്കാനും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കാനൊന്നും പറ്റുന്നില്ല.
എത്ര പ്രായമായാലും ഉമ്മയുടെ ഒരു ആവേശം കുറയുന്നു. ആ വാക്കുകളിലെ ആവേശമുണ്ട്, മാത്രമല്ല പരിഹാസം കണക്കിനുണ്ട്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചത് കൊണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ കാണാറുണ്ടോ? പിന്നെ ഫുൾ ടൈം ഇവിടെ ടി വിയിൽ വാർത്തയാണ് ടി വെക്കുന്നത്. വിയിലല്ല, ഞാൻ ഫോണിൽ കാണും. ഇവിടെ ടി വി കുട്ടികളുടെ ടി വിയാണ്. സോഷ്യൽ മീഡിയ ഫോണുണ്ടല്ലേ? ഇന്നലെ ഒരു മുസ്ലിം സ്ത്രീ പ്രസംഗിച്ച് കണ്ടിനാ. എന്താ മോനെ ഉള്ള സംസാരം, മോഡിനോട് കളിക്കണ്ടെന്നാ പറഞ്ഞേ. മോഡി ഇങ്ങോട്ട് വരണ്ടേ ചെയ്യണ്ട. അല്ല, ഇപ്പൊ എല്ലാ ദിവസവും പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇപ്പൊ ആഴ്ചക്കാഴ്ചക്ക് വരുന്നുണ്ടല്ലോ. എന്താ ഉമ്മയ്ക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയോട്? കേരളത്തിലേക്ക് വന്നോണ്ടേയിരിക്കുകയാണ്. ഓൻ എന്തിനാ വരുന്നത്? ഓൻ സ്വപ്നം പോലും കാണണ്ട നമ്മളെ നാട്ടിൽ. കിട്ടൂല. പക്ഷെ ഗ്യാരണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഞാനാണ് ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് ആള്. അത് എല്ലാരും ഇപ്പറഞ്ഞ് ഞാനും പറയൂലേ ഗ്യാരണ്ടിയാന്ന്. അപ്പൊ ഉമ്മ ഒരുപാട് സന്തോഷം കേട്ടോ കാണാൻ പറ്റിയതില്. അപ്പൊ നന്നായിട്ട് വോട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാം. സന്തോഷം.